ഹായ് ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ നമുക്ക് ചപ്പാത്തി മുട്ടക്കറിയായിരുന്നു. ഇന്നത്തെ മുട്ടക്കറി അടിപൊളിയാണെന്ന് എനിക്കും കഴിച്ച് നോക്കിയപ്പം തോന്നി. സാധാരണ ഞാൻ ഈ ഉള്ളിക്കറിയൊക്കെ വെക്കുമ്പോൾ വലിയ രുചിയൊന്നുമില്ല. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞണ്ട് വാങ്ങിച്ചുകൊണ്ട് വരും കേട്ടോ ചേട്ടായി. അപ്പോൾ അതിനുവേണ്ടി ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാനും വേണ്ടിയുള്ള സംഭവമാണ്. അപ്പോൾ ചേട്ടായി ഞണ്ട് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞണ്ടിൻ്റെ മുട്ടയാണ്, എനിക്ക് അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈം ഈ സാധനം ഇങ്ങനെ കാണുന്നത്. മുട്ടയാണെന്ന് തോന്നുന്നു. എടുക്കുമ്പോൾ ഇങ്ങനെ തരിതരിപ്പ് മുട്ടയായിരിക്കും. അപ്പോൾ 1/2 കിലോ ഉള്ള 4 ഞണ്ടേ ഉള്ളൂ. പിന്നെ ചുമന്ന മീനുണ്ട്. ഫസ്റ്റ് നമുക്ക് ഞണ്ട് കഴുകി, കാരണം ഞാൻ ഞണ്ടിനുള്ള അരപ്പല്ല റോസ്റ്റ് ഉണ്ടാക്കാനുള്ള എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഞണ്ട് കഴുകാം, പിന്നെ നമുക്ക് ചുമന്ന മീൻ കഴുകാം. അടുത്ത നമുക്ക് ചുമന്ന മീനുണ്ട്. ചുമന്ന മീൻ 1/2 കിലോ, ഞണ്ട് 1/2 കിലോ ആയിരുന്നു. അടുത്ത നമുക്ക് ചുമന്ന മീൻ കഴുകി കുറച്ച് വറുക്കാം, കുറച്ച് കറി വെക്കാനായിട്ട് എടുക്കാം കേട്ടോ. നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡിയായി. വെച്ചപ്പോൾ എന്തോരം ഉണ്ടായിരുന്നു ഉള്ളിയൊക്കെ. ഇപ്പം സംഭവം ഇത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ നമ്മുടെ മീൻ വറുത്തത്. പിന്നെ നമുക്ക് ചമ്മന്തി ഉണ്ട്, മോരും ഉണ്ട്. ഇത്രയാണ് ഇന്ന് ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. അതെനിക്ക് അറിയത്തില്ലടി, അതൊരു കറിയാ. എനിക്ക് വേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കിയ കറിയാ. എടി അത് ഇത് ഇളക്ക്. അല്ല, നിനക്ക് ഇഷ്ടമുള്ള ഇളക്കിക്കോ. ആ, ഇനി ഞണ്ടിൻ്റെ കൊഴുത്തിരിക്കുന്നതും കൂടെ ഇളക്കുക. മേഡ് വിത്ത് ലവ്. ഞാനും ഒറേയും കൂടെ ലവ് ഇട്ടുണ്ടാക്കിയത് അല്ലടി കക്കിരി. അപ്പം നമുക്ക് വൈകിട്ടാണെങ്കിലൊരു ഫംഗ്ഷൻ എടുക്കാനായിട്ട് പോകണമേ. തലേന്നത്തെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ ആട്ടോ. ഇവർ രണ്ടും നമ്മുടെ കൂടെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കലഞ്ഞ് വരെ പോയി ഒരു ഫ്രെയിം കൊടുക്കണമായിരുന്നു. ഫ്രെയിമൊക്കെ കൊടുത്ത് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഭയങ്കര മഴയാണ്. ഫംഗ്ഷൻ എടുക്കാനായിട്ടൊരു 3:30 ടൈമായിരുന്നു പറഞ്ഞത്. പക്ഷേ ആ ടൈമിൽ അവർ റെഡി ആയില്ല. പിന്നെ പറഞ്ഞു 4:30 അപ്പോൾ 4:30 വരെ നമ്മൾ വെയിറ്റ് ചെയ്തു. സലൂണിൽ ചെന്നെടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ സലൂണിലൊന്നും ചെന്നെടുക്കാൻ പറ്റിയില്ല കേട്ടോ. ദാത്തച്ചക്കയാണേ ലക്ഷ്മിയുടെ അവിടെ പിടിച്ച കേട്ടോ. ഇത് മറ്റേ മുള്ളാത്തയാ, ഭയങ്കര രുചിയാ. ഞാൻ ഇതെടുക്കാനും വേണ്ടി വന്നേ കടയിലോട്ട്. അതിൻ്റെ ആത്തച്ചക്ക, ഇതാ മുള്ളാത്ത. നമ്മുടെ സാധാ ആത്തയുടെ രുചിയല്ല കേട്ടോ മുള്ളാത്തയ്ക്ക്, വേറെ രുചിയാ. ലക്ഷ്മിയുടെ അവിടെ ആദ്യമായിട്ട് പിടിച്ച ആത്തയ്ക്ക്. അപ്പോൾ എനിക്ക് ഇത്രയും വെച്ചേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. കുരു, കറുത്ത കുരു. ഇതിനൊരു പ്രത്യേക മണവും രുചി. കിച്ചുവിനെ നോക്കി, അവനെ കാണിച്ചു. കിച്ചുവിനെ കാണിച്ചേ. ഇന്ന് അവന്റെ ബർത്ത്ഡേ, അവനെ കാണിച്ചേരെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. സർപ്രൈസ് എടുത്തോട്. ഇതാണ് കീവി അല്ല കീവ, മിസ്റ്റർ കീവ. ഇതാ അതിന്റെ ചൊള. വേണോടാ ചായ ഇളക്കിട്ടില്ല. എടാ, അവരെപ്പോഴാ ഒരുങ്ങുന്നേ? ഒരുങ്ങി തീർന്നോ? സിനിമ തന്നെ പോലെ സ്റ്റൈലി ചായ കൂടി. എന്നാ ഈ കെട്ടിടത്തിന്റെ മണ്ടയിലോട്ട് നിന്നാ തുഞ്ചത്ത് നിന്ന് കൂടി. നമ്മള് സിനിമ ബുക്ക് ചെയ്യും കേട്ടോ. പറയ നല്ല മഴ. ഈ പിറവന്തൂര വർക്ക്. അതെന്തോ അങ്ങനെ ഒരു ടോക്ക്? അയ്യോ, അതെന്തോ അങ്ങനെ ഫാഷൻ ഒന്നുകൂടെ പറ. മഴ പോയി. നല്ല മഴ കേട്ടോ. നമ്മൾ അങ്ങോട്ട് കൂടെ കിച്ചു സാർ. കുറച്ചിടത്ത് മഴയുണ്ട്, കുറച്ചിടത്ത് മഴയില്ല. അതൊരു അത്ഭുതമാണേ. കുറച്ചിടത്ത് പെയ്യും, കുറച്ചിടത്ത് പെയ്യത്തില്ല. മഴ പെയ്യുന്ന എങ്ങനെയാണെന്നറിയാമോ? മഴ പെയ്യുന്ന എങ്ങനെയാ? അങ്ങനല്ല, അതല്ല ചോദിച്ചേ.
കൊച്ചി അതല്ല ചോദിച്ചേ, മഴ ഉണ്ടാകുന്ന എങ്ങനെയാന്ന് പറ. സ്കൂളിൽ പഠിച്ച പോലെ എങ്ങനെയാടാ സ്കൂളിൽ പഠിച്ചേ? പാറപ്പുറത്ത് പങ്കുണ്ടി പല്ല് കേൾക്കുന്നത് അങ്ങനെയൊക്കെ ബുക്ക് ചെയ്ത് എവിടെ ഇത്രയും സാമാൻ എടുത്ത് കൈ തന്നിട്ട് പിന്നെ ബാഗ് ഉണ്ടാക്കുന്നത് ബുക്ക് ചെയ്ത വേണ്ട. ഞാൻ സ്പൈഡർമാൻ അയ്യോ അത് നിനക്ക് ലൂസാ, ബാക്ക് ടൈറ്റ് ചെയ്യ്. ലാപ്ടോപ്പ് ബാഗ് എടുക്കണം. നോക്കട്ടെ. അയ്യേ റോഡ് സൈഡിൽ ഓരോന്ന് വിൽക്കാൻ നിൽക്കുന്ന വാളിച്ചെറുക്കന്മാരെ പോലുണ്ട്. ആ അയ്യേ വേണ്ട, ഇത് സാധാരണ ഒരു ഗ്രാമപ്രദേശമല്ലേ, സിറ്റി അല്ലല്ലോ. ഞാൻ വിചാരിച്ച കിച്ച ചെരുപ്പിട്ടില്ലെന്ന്. അപ്പൊ നമ്മളങ്ങനെ വന്നേ, വണ്ടി എന്തിനാണ് അവനെ ഇങ്ങനെ കമട്ടുന്നിട്ട്? വണ്ടി മുറ്റത്തെ അല്ലത്തില്ല, അതുകൊണ്ട് നമ്മൾ റോഡിൽ സേഫായിട്ട് നമ്മുടെ വണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം. പത്തനാപുരത്ത് മഴ പെയ്തു, പക്ഷെ ഇവിടെ മഴ ചാറിയിട്ട് പോലും ഇല്ല, പക്ഷെ മഴക്കാറുണ്ട്. അപ്പം നമുക്ക് കപ്പിളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ഇവർ ഓൾറെഡി 4:30 ആ ടൈമൊക്കെ ആയി റെഡിയായി വന്നു. ഇവർ വന്നപ്പോഴത്തേക്കും എനിക്കൊന്ന് 5 മണിയൊക്കെ ആവാറായെന്ന് തോന്നുന്നു. അപ്പോൾ കപ്പിളും കാര്യങ്ങളും ഒന്നും ഇവരുടെ സിംഗിളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. നമ്മളപ്പോൾ അവരോട് പറയുകയും ചെയ്തു. ഇവർ രണ്ടും ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി നമ്മുടെ കൂടെയാണ് വർക്ക് ചെയ്തത്. ഡ്രസ്സും കോസ്റ്റ്യൂമും മേക്കപ്പും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. 2 പേർക്കും സത്യം പറഞ്ഞാൽ നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് അടിപൊളി കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ കിട്ടിയേനെ. പക്ഷേ ഇവർ വന്നപ്പോഴത്തേക്ക് ഇവരുടെ വീട്ടിൽ റിലേറ്റീവ്സും കാര്യങ്ങളും ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് പോകാൻ പറ്റത്തില്ല. പിന്നെ വീടിൻ്റെ താഴെ ഒരു നല്ല അടിപൊളി വയലുണ്ട്. വയലിലാണെങ്കിൽ നെല്ലൊക്കെ വിളഞ്ഞിങ്ങനെ മഞ്ഞ കളറായിട്ട് കിടക്കുക. അതിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുത്താലും അടിപൊളിയായിരിക്കും. പക്ഷേ അവിടെയും പോകാൻ പറ്റില്ല, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. എന്നിട്ട് വയലിൽ പോകുമായിരുന്നെങ്കിൽ നമുക്ക് കുറേ അടിപൊളി ക്ലിപ്സൊക്കെ കിട്ടിയേനെ കേട്ടോ. ഞാൻ നിങ്ങളെ വയലും കാണിക്കാമായിരുന്നു. വീണ്ടും അവിടെ നിന്നാൽ വയൽ കാണാനായിട്ട് പറ്റത്തില്ല കേട്ടോ. പക്ഷേ ഭയങ്കര രസമായിരുന്നു, നെൽവയലും തത്തയും കിളിയുടെയൊക്കെ സൗണ്ടും ഒക്കെ ആയിട്ട്. ലാസ്റ്റ് പിന്നെ നമ്മൾ വീടിൻ്റെ മേളിലുള്ള റബ്ബറും തോട്ടത്തിൽ വെച്ച് എനിക്കൊന്ന് 2-3 ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, അല്ലാണ്ട് അധികം ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ ആ എടുത്ത ഫോട്ടോസ് അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ ഡ്രസ്സും മേക്കപ്പും ഹെയറും ഒക്കെ അടിപൊളിയായിരുന്നു. കുറച്ച് ഫോട്ടോസ്, ഒരു 3 ഫോട്ടോസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഇത് സ്വാതി നിഖിലും ആട്ടെ, 2 പേരും എന്നെക്കാളും മൂത്തതാണ്. പക്ഷേ ഞാൻ ചിലപ്പോൾ സ്വാതി എന്ന് വിളിക്കും, ചിലപ്പോൾ ചേച്ചി എന്നൊക്കെ വിളിക്കും കേട്ടോ. എനിക്ക് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവരുടെ കല്യാണം ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ കപ്പിൾസും ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഗ്രൂപ്പ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. സ്വാതിയുടെ വീട്ടിൽ നിന്ന് നല്ല വാതിൽ വരത്തില്ലേ, ആ ചടങ്ങായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു, അതിൻ്റെ വർക്ക് നമ്മളായിരുന്നു, അതിൻ്റെ റിസപ്ഷനും ഇന്നായിരുന്നു. അവിടെ നമ്മൾ ദിനേശ് റാഫി ചേട്ടനെയൊക്കെ വിട്ടു. അങ്ങനെ വർക്കൊക്കെ എടുത്ത് സത്യം പറഞ്ഞാൽ നമ്മളൊരു 5 മണിയല്ല 4:30 ആയപ്പോൾ ചെന്നു. നമ്മളൊരു 9:30-10 മണി ആ ടൈം അടുപ്പിച്ചായിട്ടാണ് വന്നത്. ഞാനും കിച്ചും ചേട്ടായി ഉണ്ടായിരുന്നു. ചേട്ടായി ഇടയ്ക്കാണെങ്കിൽ അവിടുന്ന് സ്കിപ്പ് അടിച്ച് പത്തനാപുരത്തൊക്കെ പോയി കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആയിട്ടോ തിരിച്ചു വന്നത്. പിന്നെ ചേട്ടായി അവിടെ ഇരുന്ന് അപ്പോൾ തന്നെ ഫോട്ടോസ് കുറച്ച് എഡിറ്റ് ചെയ്ത് കൊടുത്തു. അവരുടെ കല്യാണ ഫോട്ടോസ് ഒരു 5 എണ്ണം എഡിറ്റ് ചെയ്തു. പിന്നെ റിസപ്ഷൻ്റെ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് പോയി കേട്ടോ. കഴിക്കാൻ ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് 2 തവണ വാങ്ങിച്ചിട്ട് കഴിക്കുന്നത്. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു പോവാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഏകദേശം ഒരു 10 മണി ആ ടൈമൊക്കെ ആയി നമ്മൾ തിരിച്ചു പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഹാപ്പി ആയിട്ട് അടിച്ച് വിളിച്ചിരിക്കാം. ടാറ്റാ.